ആൽബിനോ റെഡ് ക്യാപ്പാണ് നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. ആവശ്യക്കാർ കമൻറ്റിൽ അറിയിക്ക്. ഉണ്ടോ, അടിപൊളിയാണ് കാണാൻ. ആൽബിനോ റെഡ് ക്യാപ്പിൻ്റെ മെയിലാണ്. ആവശ്യക്കാർ പറയാം. അടിപൊളി സാധനങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ കേട്ടോ. സെയിലിന് അവർക്ക് നല്ല ടൈല് വരും. അവരാരോഗ്യം നല്ല അടിപൊളിയായിട്ടായിരിക്കും. നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ചെറിയ ബേസലായിട്ട് വളർത്താൻ നോക്കുക. നമ്മൾ ഒരു വിരലിൻ്റെ കണ്ടീഷനിൽ നമ്മളതിന് വെള്ളം എടുത്താൽ മതി. നമ്മളൊരു ചൂണ്ടുവിരൽ മുങ്ങുന്ന കണ്ടീഷനിൽ വെള്ളം മതി. കാരണം അവർക്ക് മുകളിലെത്തി ഓക്സിജൻ എടുത്ത് താഴെ വന്ന് തീറ്റ എടുക്കേണ്ട കണ്ടീഷനിൽ വേണം നമ്മൾ വെള്ളം കൊടുക്കാൻ. ഓവർ ഹൈറ്റിൽ വലിയ രീതിയിൽ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ഇവർക്ക് വളർച്ച വരില്ല. അത് വെറുതെയാണ്. കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം ഞാൻ അങ്ങനെ വളർത്തിയെടുത്തതാണ്. അടിപൊളിയായിട്ട് കണ്ടു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പരമാവധി ആർട്ടീമിയ തീറ്റ തന്നെ ഇട്ട് കൊടുക്കുക. ആർട്ടീമിയ, മൊയിന ഈ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നതും ഒരാഴ്ച 2 ആഴ്ച നമ്മൾ ആർട്ടീമിയൻ ഇട്ട് കൊടുക്കുക. ഏത് ഗപ്പി കുഞ്ഞുങ്ങൾ, കളർ ഗപ്പി കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്ക് ആർട്ടീമിയൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇത് കിട്ടും, ആരോഗ്യം കിട്ടും. അവർ കളർ നല്ല വെക്കും, ഡെയിലി വെക്കും. നമ്മൾ ഫസ്റ്റ് ബ്രീഡിങ്ങിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം നമ്മൾ ആർട്ടീമിയൻ ഇട്ട് കൊടുക്കും. എന്നിട്ട് അവരെ ആ രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കുക. അടുത്ത ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് അവരെ നമുക്ക് അടുത്ത ബ്രീഡ് ചെയ്യണം എന്നുള്ള കണ്ടീഷനിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് ഫീഡ് തന്നെ ഇട്ട് കൊടുത്തിട്ട് ആർട്ടീമിയം മോനി തന്നെ കൊടുത്ത് വളർത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. നമ്മൾ കുഞ്ഞുങ്ങളുടെ ആരോഗ്യമെല്ലാം നിലനിൽക്കുക. ഇത് മെയിലിനെ ഫീമെയിലിനെ എല്ലാം വേർതിരിച്ചിട്ടിട്ടാണ് ഉണ്ടായത്. ഇതിപ്പോൾ ഞാൻ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടെല്ലാം ഒരുമിച്ചിട്ടതാണ്. ഇതിനകത്തുള്ള ഫീമെയിൽ മൊത്തം ബ്രീഡായി കിടക്കുന്നതാണ്. ഇതിനൊക്കെ ഞാൻ ബ്രീഡിംഗ് ടാങ്കിലേക്ക് മാറ്റി ബ്രീഡ് ചെയ്യുന്ന കണ്ടീഷനിലായിരിക്കും. നമുക്ക് ഇതിനകത്ത് വേണമെന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ പറയണം, നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. നമ്മൾ വാട്സപ്പ് നമ്പർ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കമൻറ്റിൽ ഇടുന്നതായിരിക്കും. കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും.